ബ്ലോക്കാണിത്, ബ്ലോക്ക്. കാഞ്ഞിരപ്പള്ളിയിലെ ബ്ലോക്ക്. ഇതെന്തൊരു ബ്ലോക്കാണെന്നറിയോ? അതിൻ്റെ ഇടയിൽ ആംബുലൻസ് പോകുന്നു. രാവിലെ 11 മണി ആയതുള്ളൂ. 11 മണി ആയത് ഭയങ്കര ബ്ലോക്ക്. ഇത് ബൈപ്പാസ് പണി തീരാതെ കാഞ്ഞിരപ്പള്ളിക്ക് ഒരിക്കലും ഇനി ഒരു മോചനം ഉണ്ടാകും. KK റോഡാണിത്, KK റോഡ്, കോട്ടയം കുമളി റോഡ്. ഈ റോട്ടില് ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ്. 1 മണിക്കൂർ വേണം ഈ ടൗണൊന്ന് കടന്നു ആരെങ്കിലും പോകണമെന്നുണ്ടായാലും. ബസ്സുകാരും ലോറിയും കാറും എന്ന് വേണ്ട എല്ലാ വിധത്തിലും ഈ ടൗണിൽ വരിക എന്ന് പറഞ്ഞാൽ, ഈ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ അതിന് 8ന്റെ പണി കിട്ടിക്കോളും. കാരണം ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഈ ടൗണിലേക്ക് തന്നെ വരാതാവും ഈ ബ്ലോക്ക് കാരണം. കാരണം ഈ ബ്ലോക്കിൽ കിടന്ന് കണ്ടമാനം ആൾക്കാർ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, രാവിലെ 11 മണിയാവുള്ളൂ. ഇനി അതൊരു ഉച്ചയാകുമ്പോഴത്തേക്കും 4 മണിയാകുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് കൂടും. കൂടിയിട്ട് ഒരു 1.5-2 മണിക്കൂർ എടുക്കും ടൗൺ ഒന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട്. അത്ര ഭയാനകമായ ഒരു ബ്ലോക്കാണ് കിടക്കുന്നത്. ബസ് കിടക്കുന്നു, കാറ് കിടക്കുന്നു. ഇപ്പോൾ 2-3 ആംബുലൻസ് ഇപ്പോൾ പോയതേ ഉള്ളൂ. അത്രയും ഭീകരമായ അവസ്ഥയാണ്. പിന്നെ ഒരു സൈഡിലോട്ട് ഇച്ചിരിച്ചേ പോകുന്നുണ്ട്, മറ്റേ സൈഡിലോട്ട് ഇപ്പോൾ കയറിപ്പോകുന്ന വണ്ടികളൊക്കെ അവിടെ ചെന്നാൽ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് ചെന്ന് എല്ലാം കുഴപ്പമാവും. ഈ ബസ് സ്റ്റാൻഡ് ടൗണിനകത്ത് നിന്ന് കയറി ഇറങ്ങുകയും ചെയ്യുന്നതും, പിന്നെ റോഡ് സൈഡിലൊക്കെ വണ്ടികൾ കൊണ്ടുവന്ന് ഒത്തിരി പാർക്ക് ചെയ്തുകൊണ്ട് ഇതൊക്കെ റോട്ടില്ല. പിന്നെ ഇവിടെ ഇച്ചിരി വീതിയുള്ള സ്ഥലമായതുകൊണ്ട് അത്ര പ്രശ്നമില്ല. എന്നാലും റോട്ടില് വരയുടെ അകത്താണ് ഈ വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് കിടക്കുന്നത്. ഇതിപ്പോൾ അങ്ങോട്ട് ടൗണിന്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും വണ്ടികളെല്ലാം വരയുടെ അകത്താണ് പാർക്ക് ചെയ്ത് കിടക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ. ഇവിടെ ആരെയും കാണുന്നില്ല. ഇത് ട്രാഫിക്, ഒരു ടൗണിലൊരു ട്രാഫിക് ഐലൻഡ് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അതിപ്പോൾ വർക്ക് ചെയ്തു പോലുമില്ല. ഇതാണ് അവസ്ഥ. എന്നാ ഈ പിന്നെ ഒരു കാര്യത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ കട വല്ല സാധനം മേടിക്കാനോ മറ്റോ ഗവൺമെന്റ് കാര്യങ്ങൾക്കോ ഒക്കെ ആൾക്കാർക്ക് ഇവിടെ തന്നെ ഇപ്പോൾ നോക്കി 1, 2, 3, 4, 5 ബസ് ഓൾറെഡി ഇവിടെ തന്നെ സ്റ്റക്കായി നിൽപ്പുണ്ട്. 5 അല്ല 6 ബസ്. പുറകിൽ ഒരു KSRTC ബസ്സും നിൽപ്പുണ്ട്. 6 ബസ് ഇവിടെ തന്നെ സ്റ്റക്ക്. 6 അല്ല 7, 8 ബസ്സുകളുടെ കളിയാണ്. ഇവിടെ ഇതൊരു ബസ്, 2 ബസ്, അതൊരു 3 ബസ്, ഇത് 4 ബസ്, 5 ബസ്, 6 ബസ്, 7 ബസ്സുകൾ ഇഷ്ടം പോലെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകളും. കാരണം അവർക്ക് ബസ് സ്റ്റാൻഡിൽ പോലും കയറാൻ പറ്റാത്ത അത്ര ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും അവരെല്ലാം ഇങ്ങനെ വരുന്നത്. ഇത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഈ ബൈപ്പാസ് പണി തീർന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി ബൈപ്പാസ് തീർന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. അർജന്റായിട്ട് ഇതിന് ബൈപ്പാസ്